ദീർഘദൂര ആണവശേഷിയുള്ള റഷ്യൻ ബോംബർ വിമാനങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈന്റെ ആക്രമണം അതീവ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ റഷ്യക്ക് കാരണം നൽകിയതായും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഒന്നിലധികം വ്യോമതാവളങ്ങളിൽ ഏകോപിതമായ ഡ്രോൺ ആക്രമണം നടത്തിയതിനു പുറമെ കഴിഞ്ഞ ആഴ്ച യുക്രൈൻ റഷ്യയിലെ റെയിൽവേ പാളങ്ങളും തകർത്തിരുന്നു. ഇതേ തുടർന്ന് സിവിലിയൻ ചരക്ക് ട്രെയിനുകൾ പാളം തെറ്റി. കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെടുകയും കുട്ടികൾ ഉൾപ്പെടെ 120ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് വലിയ ആക്രമണങ്ങൾ നടത്തിയതായി യുക്രൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് യുക്രൈൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി വെള്ളിയാഴ്ച പുലർച്ചെ റഷ്യൻ സൈന്യം യുക്രൈൻ പ്രതിരോധ വ്യവസായ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമ, കടൽ, കര മിസൈലുകളും ആളില്ലാ ആകാശ വാഹനങ്ങളും ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയെന്നാണ് റഷ്യൻ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. യുക്രൈനിലെ ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങൾ, ആക്രമണ ഡ്രോണുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള വർക്ക്ഷോപ്പുകൾ, പറക്കൽ പരിശീലന കേന്ദ്രങ്ങൾ, അതുപോലുള്ള ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും വെയർഹൌസുകൾ എന്നിവയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് റഷ്യ ലക്ഷ്യം വെച്ചത്. റഷ്യയിലെ മാരകമായ റെയിൽവേ അട്ടിമറി സംഭവങ്ങളെ പുടിൻ വിശേഷിപ്പിച്ചത് യുക്രൈനിലെ നിയമവിരുദ്ധ ഭരണകൂടം നടത്തിയ ഒരു ഭീകര പ്രവൃത്തി എന്നാണ്. യുക്രൈൻ ക്രമേണ ഒരു ഭീകര സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പിന്തുണയുള്ള സമാധാന ചർച്ചകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യുക്രൈൻ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കൾ ആഴ്ചകളോളം സമ്മർദ്ദം ചെലുത്തിയിട്ടും റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് വിസമ്മതിച്ചിരുന്നു. ശരിയായ സമയം വരുമ്പോൾ മാത്രമേ താൻ നടപടി എടുക്കൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകളെ അപകടത്തിലാക്കുമെന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു സമാധാന കരാറിലെത്താൻ കഴിയില്ലെന്ന് വ്യക്തമായാൽ എപ്പോൾ നടപടി എടുക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിലും യുക്രൈനിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ അത് ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം യുക്രൈൻ സംഘർഷത്തെ ട്രംപ് ഒരു പാർക്കിൽ പോരാടുന്ന 2 കുട്ടികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. നിരവധി റഷ്യൻ വ്യോമതാവളങ്ങളിൽ UAV ആക്രമണം, ബ്രയാൻസ്ക്, കുർസ്ക് മേഖലകളിൽ അടുത്തിടെ നടന്ന റെയിൽവേ അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ റഷ്യൻ പ്രദേശങ്ങളിൽ യുക്രൈൻ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. സമാധാന ചർച്ചകളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് യുക്രൈൻ നിരവധി ആക്രമണ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതിനു പിന്നാലെയാണ് യുക്രൈനെതിരെ കനത്ത ഡ്രോൺ ആക്രമണം റഷ്യ നടത്തിയത്. വടക്കൻ യുക്രൈൻ നഗരമായ പ്രിലൂഗിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞും അമ്മയും മുത്തശ്ശിയും അടക്കം 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. 6 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. യുക്രൈൻ കഴിഞ്ഞ ആഴ്ച റഷ്യൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ശക്തമായ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡൊണാറ്റ്സ്ക്, ഖാർഗീവ്, ഒഡേസ, സുമി, ചെർണീവ്, ഡിനിപ്രോ, ഖേർസൺ തുടങ്ങിയ നഗരങ്ങളെ ലക്ഷ്യമിട്ട് 103 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും റഷ്യ പ്രയോഗിച്ചു. കുട്ടികളും ഗർഭിണികളും അടക്കം 17 പേർക്ക് ഖാർക്കീവിൽ പരിക്കേറ്റതായി പ്രാദേശിക ഗവർണർ ഒലേഗ് സിനിഹോബോവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ മിന്നൽ വ്യോമാക്രമണത്തിന് ശക്തമായി തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപിന്റെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ. 1.5 മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ റഷ്യക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം, ഇറാന്റെ ആണവ പദ്ധതി തുടങ്ങിയവയായിരുന്നു ചർച്ചാ വിഷയം. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണം നന്നായിരുന്നെന്നും എന്നാൽ ഉടൻ സമാധാനം സാധ്യമാക്കാൻ പോകുന്നതായിരുന്നില്ല എന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കുകയുമായിരുന്നു. യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പുടിൻ പറഞ്ഞതായും ട്രംപ് അന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം പുടിന് ട്രംപ് നൽകിയ മറുപടി എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ആർട്ടിക് സമുദ്രത്തിലെ മർമാസ്ക് മുതൽ സൈബീരിയയിലെ ഇൻകുഡാക്സ് വരെയുള്ള 5 മേഖലകളിലായാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ Tu-95, Tu-22 ലോങ് റേഞ്ച് ബോംബറുകൾ ഉൾപ്പെടെ ഏകദേശം 40 റഷ്യൻ സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായോ നശിപ്പിച്ചതായോ യുക്രൈൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
യുക്രൈന്റെ വാദങ്ങളെ തള്ളി റഷ്യ രംഗത്തെത്തിയിട്ടുമുണ്ട്. തങ്ങളുടെ സൈനിക ആയുധങ്ങൾക്കും സേനാ വിമാനങ്ങൾക്കും നാശം സംഭവിച്ചിട്ടില്ല എന്നും മറിച്ച് കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും റഷ്യ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള യുക്രൈന്റെ അവകാശവാദങ്ങൾ പരസ്പര വിരുദ്ധമാണെന്ന് റയാബ്കോവ് അവകാശപ്പെടുന്നത്. യുക്രൈൻ വെറും പൊള്ളയായ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് റയാബ്കോവ് പറയുന്നു. ശരിയായ വാർത്തകൾക്കായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി പങ്കിടുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കാൻ റിപ്പോർട്ടർമാരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അടുത്തിടെ നടന്ന ഫോൺ സംഭാഷണത്തിന് മുൻപ് നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചില്ലെന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ റഷ്യൻ വ്യോമതാവളങ്ങൾ ആക്രമിക്കാനുള്ള യുക്രൈന്റെ പദ്ധതികളെ കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിവില്ലായിരുന്നുവെന്ന് ട്രംപ് പുടിനോട് തറപ്പിച്ചു പറഞ്ഞതായി റഷ്യൻ പ്രസിഡന്റ് സഹായി യൂറി ഉഷ്കോവ് പറയുന്നു. യുക്രൈനിലെ നിയമവിരുദ്ധ ഭരണകൂടം ഭീകരാക്രമണങ്ങൾ നടത്തുകയും ക്രമേണ ഒരു ഭീകര സംഘടനയായി മാറുകയും ചെയ്യുന്നു എന്ന് പുടിൻ ആരോപിക്കുന്നുണ്ട്. റഷ്യൻ പ്രദേശങ്ങളിൽ യുക്രൈന്റെ തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളെയും അട്ടിമറി പ്രവർത്തനങ്ങളെയും റഷ്യ ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട്. അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിച്ചതോടെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചത്. ഇപ്പോൾ യുക്രൈനെ ഇരുട്ടിലാക്കിക്കൊണ്ടാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. യുക്രൈനിലെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് നേരെ റഷ്യ നടത്തിയ രൂക്ഷമായ മിസൈൽ ആക്രമണമാണ് രാജ്യത്തെ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാക്കിയത്. രാജ്യത്തെ ഊർജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്നും 100ഓളം ഡ്രോണുകളും 90ലധികം മിസൈലുകളും ഉപയോഗിച്ചാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പറഞ്ഞിരുന്നു. അതേസമയം മിസൈൽ ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.